ആയകാലത്ത് ചോരത്തിളപ്പിന്റെ പെരുമയും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സ്ട്രൈക്കിംഗ് സോണിലെ യുവതലമുറയുടെ വഴിയടച്ചുകൊണ്ട് കടിച്ചു തൂങ്ങിക്കിടന്ന കടൽക്കിഴവന്മാരെ ചവിട്ടി പുറത്താക്കി കാലുകളിൽ പീരങ്കി പിടിപ്പിച്ച ഒന്നൊന്നര വെടിക്കാരനെ പിടിച്ച് മുന്നേറ്റ നിരയിൽ നിയോഗിച്ചപ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കളിയുടെ ഗതി മൊത്തത്തിൽ മാറി. ഇന്ന് ഹോങ്കോങ്ങിനെ കൊച്ചിയുടെ മണ്ണിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തി വിടുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രകടനം എത്രമാത്രം ആശാവഹമായിട്ടുള്ള പുരോഗതിയാണ് കൈവരിച്ചത് എന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഇന്ന് അനുഭവിച്ചറിഞ്ഞു. മത്സരം തുടങ്ങി 4ാമത്തെ മിനിറ്റിൽ തന്നെ ഇന്ത്യയിലേക്ക് വിരുന്നുകാരനായി വന്ന് ഇന്ത്യയുടെ നീലക്കുപ്പായം തൻ്റെ ശരീരത്തിനും മനസ്സിനും നേരെ ധരിച്ച റയാൻ വില്യംസിന്റെ തകർപ്പൻ ഗോളിലൂടെ ഇന്ത്യക്ക് മികച്ച തുടക്കം. അതിനുശേഷം വിംഗ് ബാക്ക് ആയിട്ടുള്ള ആകാശ് മിശ്രയുടെ മനോഹരമായിട്ടുള്ള ഗോൾ. ഇതിനിടെ ഒരു ഗോൾ മടക്കി അടിക്കാൻ ഹോങ്കോങ്ങിന് കഴിഞ്ഞെങ്കിൽ പോലും മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഖാലിദ് ജമീലിന്റെ പിള്ളേര് മത്സരത്തിൽ പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുറെ കാലത്തിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇത്ര മനോഹരമായിട്ട് കളിച്ചത് കേരളത്തിന്റെ മണ്ണിലാണ് എന്നതുകൊണ്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷിക്കാം. പക്ഷേ ട്രെയിനിങ് സെഷൻ ഉൾപ്പെടെ ഇവിടുത്തെ GCDയുടെ അധികൃതർ നിരസിച്ചിരുന്നു എന്നുള്ള ദുരന്തം കൂടി നമ്മൾ മറക്കാൻ പാടില്ല. ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ ഇവിടെ നടന്ന നെറുകേടുകളെയും നീതികേടിനെയും നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ 22,000-ലേറെ കാണികൾ കൊച്ചിയിലേക്ക് വന്ന് ഇന്ത്യൻ ടീമിന് സപ്പോർട്ട് നൽകി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏതായാലും കടൽക്കിഴവന്മാരെ പടിക്ക് പുറത്താക്കി കാലുകളിൽ പീരങ്കി ഘടിപ്പിച്ച വെടിക്കോപ്പുകളെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻനിരയിൽ നിർത്താൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ ഫുട്ബോൾ ടീമിന് സമൂലമായ മാറ്റം, നമ്മുടെ ഫുട്ബോളിന് സമൂലമായ മാറ്റം. ആദ്യത്തെ ഓവർസീസ് പ്ലെയർ ആയിട്ട് റിയാൻ വില്യംസ് വന്ന് ഇവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇതുപോലെ മികച്ച ഓവർസീസ് പ്ലേയേഴ്സിനെ ഇന്ത്യൻ പൗരത്വം കൊടുത്ത് ഇവിടെ കളിപ്പിക്കാൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ മക്കളെ, ഇത് വേറെ ലീഗിലേക്ക് പോകും. കാരണം ഇന്ത്യൻ വംശജരായിട്ടുള്ള നിരവധി താരങ്ങൾ പുറത്ത് പെൻഡിങ് ആണ്, ക്യൂവിലാണ്. റയാൻ വില്യംസിനെ പോലെ അവരെയൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് കുത്തി നിറച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുട്ബോൾ ടീമിന്റെ വളർച്ചയെ തന്നെ തടഞ്ഞ് കടൽക്കിഴവന്മാരെ പോലെ കുളയട്ടകളെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ചിലവന്മാരുടെ താൻപോരുമയൊക്കെ മാറ്റി നല്ല പ്രതിഭകളെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അങ്ങോട്ട് നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോകകപ്പിൽ പന്ത് തട്ടുന്ന കാലം പോലും അത്ര വിദൂരമൊന്നുമല്ല. ഒറ്റ ഒരുത്തൻ വന്ന് നമ്മുടെ കളിയുടെ ലെവൽ ഇങ്ങോട്ട് മാറിയെങ്കിൽ ഇവനേക്കാൾ മികച്ച ഒരുപാടെണ്ണം പുറത്തുണ്ട്. അവരൊക്കെ കൂടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ജമീലിന്റെ കീഴിൽ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീം അങ്ങ് വളരും. നമ്മൾ വളരാനുള്ള അർഹതയുള്ളവരാണെന്ന് തെളിയിച്ചിട്ട് നമുക്ക് വളരാനുള്ള റിസോഴ്സും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഭരണകൂടവും അധികൃതരും മറ്റുള്ള ചില കടൽക്കിഴവന്മാരും ഒക്കെ ചേർന്ന് നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഹോങ്കോങ്ങിനെ കൊച്ചിയുടെ മണ്ണിൽ മുട്ടുകുത്തിച്ച ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പ്രകടനത്തിൽ ഇന്ന് നമുക്ക് സന്തോഷിക്കാം, ആഘോഷിക്കാനുള്ള രാത്രി തന്നെയാണിത്.